വിഡ്ഢിയായ സിംഹവും സൂത്രക്കാരനായ മുയലും. പണ്ടൊരിക്കൽ അത്യാഗ്രഹിയായ ഒരു സിംഹമുണ്ടായിരുന്നു. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും അവൻ ഭയപ്പെടുത്തിയിരുന്നു. കാരണം അവൻ എല്ലാ മൃഗങ്ങളെയും പിടിച്ചു തിന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മൃഗങ്ങളും പേടിച്ചു വിറച്ചാണ് കാട്ടിൽ ജീവിച്ചിരുന്നത്. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങളെല്ലാവരും കൂടി സിംഹവുമായി ഒരു കരാർ ചെയ്തു. ഓരോ ദിവസവും ഓരോ മൃഗങ്ങൾ സിംഹത്തിൻ്റെ ഇരയായി അടുക്കൽ വരിക. ഇതായിരുന്നു കരാർ. ഏത് മൃഗമാണോ വരുന്നത് ആ മൃഗമായിരിക്കും അന്നത്തെ സിംഹത്തിൻ്റെ ഇര. സിംഹം വളരെ സന്തോഷിച്ചു. അങ്ങനെ ഒരു ദിവസം ഒരു മുയലിൻ്റെ ഊഴം വന്നെത്തി. മൃഗങ്ങളെല്ലാവരും കൂടി ഒരു സൂത്രക്കാരനായ ഒരു മുയലിനെ സിംഹത്തിൻ്റെ അരികിലേക്ക് അയച്ചു. മുയൽ പതുക്കെ നടന്ന് സിംഹത്തിൻ്റെ അരികിൽ വന്നു. നേരം വൈകിയതിനാൽ സിംഹം കോപത്തോടെ ഗർജിച്ചു. "എന്താണ് നീ ഇത്രയും വൈകിയത്?" സിംഹം ചോദിച്ചു. അപ്പോൾ മുയൽ പറഞ്ഞു, "സിംഹരാജാവേ, ഞാൻ വരുന്ന വഴിയിൽ മറ്റൊരു സിംഹം എന്നെ ആക്രമിച്ചു. ഞാൻ ആ സിംഹത്തിൻ്റെ അരികിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു വന്നതാണ്. ആ പുതിയ സിംഹം അങ്ങയോട് പോരാടാൻ താൽപ്പര്യപ്പെടുന്നുവെന്നും പറഞ്ഞു." ഇതു കേട്ട സിംഹം കടുത്ത കോപത്തിലായി. അങ്ങനെ മുയലിനോട് പുതിയ സിംഹത്തെ കാണിക്കാൻ ആവശ്യപ്പെട്ടു. സൂത്രക്കാരനായ മുയൽ സിംഹത്തെ ഒരു കിണറിനരികിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കിണറ്റിലേക്ക് നോക്കാൻ പറഞ്ഞു. കിണറിലാണ് മറ്റൊരു സിംഹം ഒളിച്ചിരിക്കുന്നതെന്നും പറഞ്ഞു. വെള്ളത്തിൽ സിംഹത്തിൻ്റെ തന്നെ പ്രതിബിംബം കാണിച്ചു. എന്നാൽ വിഡ്ഢിയായ സിംഹം തൻ്റെ സ്വന്തം പ്രതിബിംബം കണ്ട് അത് മറ്റൊരു സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. കിണറ്റിൽ മറ്റൊരു സിംഹത്തെ കണ്ട് കോപം വന്നു. കിണറിൽ കാണുന്ന സിംഹവുമായി പോരാടാൻ വേണ്ടി കരയിൽ നിന്നുകൊണ്ട് സിംഹം കിണറ്റിലേക്ക് എടുത്തു ചാടി. പക്ഷേ കിണറ്റിൽ മറ്റൊരു സിംഹം ഉണ്ടായിരുന്നില്ല. വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഡ്ഢിയായ സിംഹം കിണറ്റിൽ മുങ്ങി മരിച്ചു. അങ്ങനെ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഈ മുയലച്ചൻ രക്ഷിച്ചു. അപ്പോൾ എന്താണ് കുട്ടികളെ നമ്മൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കുന്ന ഗുണപാഠം? ചില സാഹചര്യങ്ങളിൽ ശക്തിയല്ല നമുക്ക് വേണ്ടത്, പകരം ബുദ്ധിയാണ്.